കേരളത്തിൽ ലഹരി മരുന്ന് അതീവമായി വർദ്ധിച്ചു വരികയാണ്. അത് വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെ എണ്ണം കുട്ടികളിൽ വരെ പല രീതിയിലുള്ള അപകടങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട്. ലഹരി മരുന്ന് വ്യാപനത്തിനെതിരെ കേരള എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് തീവ്രയജ്ഞ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തിലെ ആദ്യ 5 ദിവസം കൊണ്ട് മാത്രം ഏകദേശം 360 NDPS കേസുകളിലായി 368 പേരെ അറസ്റ്റ് ചെയ്തതായി എക്സൈസ് മന്ത്രി MB രാജേഷ് അറിയിച്ചിരിക്കുകയാണ്. കേസുകളിൽ 378 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ പ്രതികളിൽ നിന്നും 81.13 ലക്ഷം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. ഒളിവിൽ കഴിഞ്ഞിരുന്ന 17 പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 5 ദിവസം കൊണ്ട് 2181 പരിശോധനകളാണ് എക്സൈസ് വകുപ്പ് നടത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ മറ്റ് വകുപ്പുകളിലുമായി ചേർന്ന് 39 സംയുക്ത പരിശോധനകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വേളയിൽ 21,389 വാഹനങ്ങളാണ് എക്സൈസ് വകുപ്പ് പരിശോധിച്ചിരിക്കുന്നത്. ലഹരി മരുന്ന് കടത്തിയ 16 വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 602 സ്കൂൾ പരിസരങ്ങൾ, 152 ബസ് സ്റ്റാൻഡ് പരിസരം, 96 ലേബർ ക്യാമ്പുകൾ, 59 റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ ഇടങ്ങളിൽ പരിശോധന നടത്തിയും ലഹരി മരുന്ന് വിൽപ്പനക്കാരെ പിടികൂടിയിട്ടുണ്ട്. മാർച്ച് 5 മുതൽ 12 വരെയാണ് നിലവിൽ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ക്യാമ്പയിൻ നിശ്ചയിച്ചിരിക്കുന്നത്. ലഹരി മരുന്നിനെതിരെ കൂടുതൽ നടപടികളുമായി എക്സൈസ് മുന്നോട്ട് പോകുമെന്നും മന്ത്രി MB രാജേഷ് പറയുന്നുണ്ട്. സ്കൂളുകളും കോളേജുകളും ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ചുള്ള വ്യാപക പരിശോധന തുടരുകയും ചെയ്യും. അതിർത്തിയിലും ജാഗ്രത തുടരും. ലഹരി മരുന്നിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച എക്സൈസ് സേനയെ മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. തുടർന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. പ്രതികളിൽ നിന്നും 56.09 ഗ്രാം MDMA, 23.11 ഗ്രാം മെത്തഫിറ്റാമിൻ, LSD, നൈട്രോസെഫാം ടാബ്ലറ്റ്, 10.2 ഗ്രാം ഹെറോയിൻ, 4 ഗ്രാം ചരസ്, 2.05 ഗ്രാം ഹാഷിഷ്, 23.7 ഗ്രാം ഹാഷിഷ് ഓയിൽ, 77.8 കിലോ കഞ്ചാവ്, 43 കഞ്ചാവ് ചെടികൾ, 96 ഗ്രാം കഞ്ചാവ് ബാങ്ക്, കഞ്ചാവ് ബീഡികൾ എന്നിവ പിടിച്ചെടുക്കുകയും ചെയ്തു. പരിശോധനയുടെ ഭാഗമായി 304 അബ്കാരി കേസുകളും 1162 പുകയില കേസുകളും കൂടി കണ്ടെത്താനായിട്ടുണ്ട്. ഈ കേസുകളിലായി 10,430 ലിറ്റർ സ്പിരിറ്റും 101.8 കിലോ പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തതായി മന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്.